രാമനെ കണ്ടോ? കണ്ടു. എന്താ രാമനെ കുറിച്ച് ഒറ്റ വാക്ക് പറയാനുള്ളത്? എന്താ പറയാനോ, സൂപ്പർ സ്റ്റാർ. സൂപ്പർ സ്റ്റാർ, സൂപ്പർ സ്റ്റാർ. അതിനപ്പുറത്തേക്ക് എന്താണല്ലേ സൂപ്പർ സ്റ്റാർ? നമ്മൾ മാത്രമല്ല ഇപ്പൊ എല്ലാവരും. രാമനെ കണ്ടോ? രാമനെ കണ്ടോ? കണ്ടില്ല. അതാ മുമ്പിലുണ്ട്, കണ്ടോളൂ, കണ്ണറേ കണ്ടോളൂ. രാമനെ കണ്ടോ? രാമനെ കണ്ടു. ശരി, അങ്ങനെ ഇവര് രണ്ടൊരു പാട്ട് വേണേ പാടാം. രാജീവം വിടരും നിൻമിഴികൾ കാശ്മീരം പാടരും നിൻമിഴികൾ എന്നിൽ കേൾക്കുമ്പോൾ ഹൃദയമനീ നീ കേൾക്കാനായി ഹൃദയപദം ഞാൻ പാടുന്നു. ഒരു സ്വരമായി ഒരു ലയമായി അതിലണയം. രാജീവം വിടരും നിൻമിഴികൾ കാശ്മീരം മുതിരും നിൻ ചൊടികൾ എന്നിൽ പൂക്കുമ്പോൾ ഹൃദയമയി നീ കേൾക്കാനായി ഹൃദയപദം ഞാൻ പാടുന്നു. ഒരു സ്വരമായി ഒരു ലയമായി അതിലണയം. രാജീവം വിടരും സൂപ്പറായിട്ട് സൂപ്പറായിട്ട്. ജയകൃഷ്ണൻ, എൻ്റെ പേര് ജയകൃഷ്ണൻ, തൃശ്ശൂർ നിന്നാണ്. തൃശ്ശൂരാണ്. അത് പാട്ടൊക്കെ റെഡിയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒരേ വൈബിൽ. അതെ അതെ, എല്ലാവരും ആവേശത്തിന്റെ പല വെർഷനുകളാണ് നമ്മൾ കാണുന്നത്. സ്പെഷ്യൽ ഡ്രസ്സാണ്. അതെ അതെ. അശോകൻ. അശോകൻ എല്ലാ തവണയും പൂരത്തിന് വരുന്നതാണോ? ആദ്യമായിട്ടാണ്. കണ്ണൂർ വരുന്നതാണ്. എന്താ പൂരത്തിൽ ഏറ്റവും ഇഷ്ടം എന്തായിരുന്നു? പൂരം ഈ പുരുഷാരം കാണുമെന്നുള്ളതാണ് ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കുറെ വർഷമായി കാണാൻ ശ്രമിക്കുന്നത്. ഇപ്രാവശ്യമാണ് ഇങ്ങനെ ഒരു അനുഭവം കിട്ടിയത്. പക്ഷേ ഈ വെടിക്കെട്ടിന്റെ അപകടം മൂലം നമുക്ക് കുറച്ച് പൊലിമ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇതൊരു അനുഭവിച്ചറിയാം. ഇല്ല, ഇന്ന് ഇവിടെ കണ്ടപ്പോ ഓർഡർ ചെയ്തിട്ട് രാവിലെ രാമനെ കണ്ടില്ലേ? കണ്ടു സന്തോഷമായി. കണ്ണൂരിന്ന് ഇത്രയും ദൂരം വന്ന് ഈ പൂരത്തിന്റെ വൈബൊക്കെ ആഘോഷിക്കാന്ന്. അപ്പുറത്തേക്ക് ഇനിയും തുടർന്ന് പോകണം അല്ലേ? ശരി, എല്ലാ വർഷവും ഒരു ചെറിയ പൂരപ്രേമി നമുക്ക് മുമ്പിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വന്നേ. പേരെന്താ? പേര് പറ. മിണ്ടൂല. ശരി, എന്തായാലും വളരെ എൻജോയ് ചെയ്ത് ആള് ഭയങ്കര കൂളായി ഇറങ്ങി വരുമായിരുന്നു. നമ്മളെ കണ്ടപ്പോൾ ഒന്ന് പരിഭ്രാന്തിയിലായി പോയി തോന്നും പെട്ടെന്ന്. എന്തായാലും ആര്യ ഈ പറയും പോലെ ദുരന്തമുണ്ട്, നമുക്കറിയാം. നമ്മുടെ ഇവിടെ ഉണ്ടായിരിക്കേണ്ട, ഇവിടെ ഈ വർണ്ണവിസ്മയൊക്കെ തീർക്കേണ്ടുന്ന മനുഷ്യന്മാരായിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ പോലും ആഘോഷങ്ങളൊക്കെ ഇതെല്ലാ പൊലിമയും കുറച്ചിട്ടാണ്, എല്ലാ ആർഭാടവും അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ആചാരം പോലെ നടത്തുകയാണെങ്കിൽ പോലും ആളുകൾ എത്തുന്നു. ആളുകൾക്ക് ഇതൊരു വളരെ വൈകാരികമായിട്ടുള്ള അടുപ്പമാണ്, ഇഴയടുപ്പമുള്ള ഒന്നാണ് ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് അല്ലേ? അവർ ഇതിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടു എന്നൊക്കെ പറയാം. ക്ഷേത്രത്തിൽ മനസ്സും ശരീരവും സമർപ്പിച്ച് അതിന്റെ ഒരു ഊർജ്ജമാണെന്നാണ് പറഞ്ഞത്. ആളുകളൊക്കെ ഈ രാമനെ കാണുന്നതേ ഊർജ്ജമാണെന്ന് പറഞ്ഞ് എല്ലാം മറന്ന് ഭക്ഷണം പോലും കഴിക്കാതെ അത്ര പൊരി വെയിലത്ത് നടക്കുമ്പോൾ ആ തൃശ്ശൂരിന്റെ വികാരം അല്ലെങ്കിൽ ആ ഒരുമയും ഐക്യമൊക്കെ നമ്മൾ കാണുന്നത് ഇത്തരം ആഘോഷങ്ങളിലും ഒത്തുചേരലൊക്കെ തന്നെ. ചൂടില്ല, അതുവരെ ഇവിടെ വീശിക്കൊണ്ടിരുന്ന ആൾക്കാർക്കൊന്നും രാമു വന്നപ്പോ ചൂടില്ല, വേർപ്പില്ല, എല്ലാം മാറി എന്നുള്ളതാണ്. എവിടുന്നാ? ഏത് ജില്ലയായിട്ടാ? തൃശ്ശൂര്. എല്ലാ വർഷവും വരുന്ന? എത്ര പൂരം കണ്ടു മോള്? മോളാറ മോനാണോ? മോനാണ്. എത്ര പൂരം കണ്ടു? ആദ്യമായിട്ട് വരാ? രാമനെ കണ്ടോ? എങ്ങനെയുണ്ട്? സ്റ്റൈലാണോ രാമൻ? രാമന്റെ ഫാനാണോ? രാമന്റെ എന്താ ഇഷ്ടം? ചെവിയാണോ, കാലാണോ, തുമ്പിക്കൈയാണോ, കൊമ്പാണോ? അങ്ങനെയൊന്നും പറയാൻ പറ്റൂല അല്ലേ? ഫുള്ള് ഇഷ്ടം. എല്ലാം തികഞ്ഞവനാണ്, സർവവും തികഞ്ഞവനാണ് രാമൻ എന്നാണല്ലോ. അപ്പോൾ സർവവും രാമനെ പറ്റി ചോദിക്കുമ്പോൾ മാത്രം എല്ലായിടത്തും നമുക്ക് ഒരേ റെസ്പോൺസേ കിട്ടുള്ളൂ അല്ലേ? രാമനെ പറ്റി ചോദിച്ച ഒറ്റ അഭിപ്രായമല്ലേ ഉള്ളൂ? അതേതോ അഭിപ്രായം? രാജാവ് എന്നാണ് പറഞ്ഞത്. രാജാവ്, സൂപ്പർ സ്റ്റാർ. ഒറ്റ വാക്കിൽ ചോദിച്ചാൽ അങ്ങനെ പറയുന്ന ആളുകളാണ്. രാമൻ ഫാൻസ് ആണോ? അവരൊക്കെ ഓടിക്കുന്നു കേട്ടോ. ആണ്. നിങ്ങൾ അടുത്തേക്ക് വരൂ. ആ കാര്യത്തിൽ മാത്രം തൃശ്ശൂർ ഒരു സംശയം ഉണ്ടാവില്ല ആരോട് ചോദിച്ചു. അതെ. എന്തുകൊണ്ടാണ് രാമൻ ഇത്ര ഇഷ്ടം? ആ തലയെടുപ്പ്, അതൊക്കെ കാരണം. എല്ലാ വർഷവും കാണാൻ വരുമോ? ഇല്ല, ഇത് ആദ്യമായിട്ടാ, പക്ഷെ ടി.വി. കാണാറുണ്ട്. രാമൻ എപ്പോ കണ്ടപ്പോ തന്നെ ഒരു നിർവൃതിയായി. അതെ കറക്റ്റ്. നല്ല എന്താ കാണാം? ഇനിയിപ്പോ എന്താ കാണാൻ കാത്തിരിക്കുന്ന? മഠത്തിൽ വരുവാണോ, ഇലഞ്ഞിത്തറ മേളാണോ, കുടമാറ്റാണോ? എല്ലാം കാണാനുണ്ടാവും. എല്ലാം. ഒറ്റയ്ക്കാണോ? അല്ല, ചേച്ചി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. രാമനെ കണ്ടോ? ഇല്ല, രാമനെ കണ്ടില്ലേ, പോണം കാണണം. ഇവിടെ നിൽക്കുന്നുണ്ട്. അതെ ഞാൻ കണ്ടു ആ വഴി അങ്ങ് പോവാനാ. ഓക്കെ, എവിടുന്ന് വരുവാ? തൃശ്ശൂര്. ശരി, കൊല്ലത്ത് നിന്നും തൃശ്ശൂർക്കാരുണ്ട്, കൊല്ലത്ത് നിന്ന് വരുന്ന ആളുകളുണ്ട്. അങ്ങനെ പല ഇടങ്ങളിൽ നിന്നായിട്ട് അതൊരു സ്പെഷ്യൽ കൊടയൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ചേട്ടോ. ചേട്ടാ, പല പ്രതിരോധ മാർഗങ്ങളുണ്ട്. ഇതൊരു ബ്ലോഗറാണോ? നല്ല ചൂടിനെ ഇത് വെക്കേണ്ട നല്ല ചൂടാണ്. പ്രതിരോധ മാർഗം. മഴക്കാലുണ്ട്, പക്ഷെ വെയിലൊന്നുണ്ട്. ഇന്ന് ഒറ്റപ്പാലത്തൊരു പൂരണ്ട്, കിള്ളിക്കാവില്. ചേട്ടന്
യൂട്യൂബിലെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഇവിടെ രാമനാണോ ഏതാനൊക്കെ അങ്ങനെയാണോ? രാമനാണ് അതെ തൃക്കടവര് രണ്ടാമത്തെ തൃക്കടവരാണ് ഇത് ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ഉണ്ടോ? ഇത് വ്ളോഗേഴ്സിന്റെ കൂടെ പൂരായി മാറുവാണല്ലേ? രാമനൊക്കെ വരുമ്പോ എല്ലാവരുടെയും മൊബൈൽ സ്ക്രീനുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. എല്ലാം പകർത്താൻ പറ്റിയോ? എത്ര റീച്ച് പോയിരിക്കും വീഡിയോ ഒക്കെ? ഇന്നലെ കിള്ളിക്കാവിൽ പോയിട്ടുണ്ടായിരുന്നു ഒറ്റപ്പാലത്ത് അത് മുഴുവൻ പകർത്തി ഇന്ന് ഇവിടെ ഉണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കിള്ളിക്കാവിലേക്ക് ആദ്യം പോകും ചേട്ടൻ്റെ അക്കൗണ്ടിലൂടെ പറഞ്ഞോ? ഒറ്റപ്പാലം കിള്ളിക്കാവ് പൂരങ്ങളിൽ നിന്ന് പൂരങ്ങളിലേക്ക് പോരാണ് അതെ യാത്രയാണ് അതൊരു യാത്രയായിരിക്കും കണ്ടിന്യൂ ഇതൊരു 10ാമത്തെ പാട്ടാണ് അത്ര പൂരപ്രേമികൾ എന്ന് തന്നെ പറയാം അല്ലേ? ഒരു മടുപ്പും ഇല്ലാതെ. പൂരമാണ് അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ എല്ലാവരും ആഘോഷിക്കണം. പൂരം എന്ന് പറഞ്ഞാൽ മനസ്സിലാണ്, മനസ്സിൽ നിറവാണ്, മനസ്സിൽ പൊലിമയാണ്, ഉത്സവ കാഴ്ചയാണ്. ആ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം തന്നെ മേളക്കാരാണ് ഇവരൊക്കെ. എവിടുന്ന എങ്ങനെയുണ്ട് ചൂടും അനുഭവവും? ശിഷ്യ സംസാരിക്കില്ല. അന്ന് അടുത്തേക്ക് വരുമോ? ഏത് ഘടകപുരത്തിനൊപ്പായിരുന്നോ? ഘടകപുരത്തിനൊപ്പായിരുന്നോ? ഏതാ? അത് ഇവിടെ ഇതായിരുന്നു കാരമുക്കൊപ്പായിരുന്നു കഴിഞ്ഞോട്ട് വന്ന് ഇത് എല്ലാ വർഷവും ഉണ്ടാവലുണ്ടോ? ഇത് എൻ്റെ 2ാം വർഷമാണ് ഞാൻ ഈ ഇതിൽ പങ്കെടുക്കുക. എൻ്റെ നാട് കൊല്ലമാണ്. തെക്കൻ കേരളത്തിൽ നിന്ന് പങ്കെടുക്കുന്നവരിൽ അപൂർവം ചിലരൊരാളാണ് ഞാനും എൻ്റെ ശിഷ്യനും. ഇനി 2-3 പേര് വൈകിട്ട് ഇതിനുണ്ട് പൂരത്തിനുണ്ട്. പ്രാക്ടീസ് ഒക്കെ ഇതിന് വേണ്ടിയിട്ട്? അതെ നമ്മൾ മേളങ്ങൾ സാധാരണഗതിയിൽ ശാസ്ത്രീയമായിട്ട് തന്നെ അഭ്യസിക്കുന്നതാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് നാട്ടിലും എല്ലാ മേളങ്ങളും അറിയുന്നവരും കൂടെ കൂടാൻ പറ്റും. പ്രത്യേകിച്ച് മേള ഫാൻസ് കുറച്ച് കൂടുതലല്ലേ? തീർച്ചയായിട്ടും തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഏതൊരു മേള ക്ഷേത്രവാദി കലാകാരൻ്റെയും അൾട്ടിമേറ്റ് ആഗ്രഹം. അതിന് ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായി, ഞങ്ങളുടെ ശിഷ്യന്മാർക്ക് ഭാഗ്യമുണ്ടായി, ഇനി വരുന്ന ബാക്കിയുള്ളവർക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്നാണ് ഏറ്റവും വലിയ എല്ലാവർക്കും ആവേശം നൽകുന്നവരുകൂടിയാണ്. പേര് രാജീവ്, കലാഭാരതി രാജീവ്. കലാഭാരതി രാജീവ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ. അതാണ് അരുൺ, നമ്മളിപ്പം പൂരം ഏതെങ്കിലും തരത്തിൽ ഒഴിവാക്കണം എന്നൊക്കെ പറയുന്നിടത്ത് ഇങ്ങനെയാണ് പല ആളുകൾ അവർ അത്രയും സ്വപ്നം കണ്ട് ഇവിടെ വന്ന് പൂരത്തിന്റെ ഭാഗമാവുക, മേളത്തിന്റെ ഭാഗമാവുക എന്നുള്ളൊരു ഭാഗ്യമാണ്. ഇതൊരു ഐക്യമാണ്. ഈ കാഴ്ചകളിലെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ മറക്കാൻ എത്തുന്നവരുണ്ട് ഇവിടെ. അതൊരു പ്രധാനപ്പെട്ട കാര്യം. അക്ഷയ എല്ലാം മറന്ന് ഈ ആളാരവത്തിൽ ലയിക്കുന്ന കാഴ്ചയൊക്കെ നമ്മളിവിടെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അത്രമാത്രം ഇപ്പോൾ ആ മേളങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള മേളങ്ങൾ നമ്മൾ കേൾക്കുന്നു. ആ മേളങ്ങളൊന്നും കേട്ടാൽ മടുക്കുന്നില്ല എന്നുള്ളതാണ് അല്ലേ?